ഹായ്, ഐ ആം സബിത, ട്യൂട്ടർ ഫ്രം ഇൻ്റർവെൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻ്റർവെൽ സ്പീക്ക് പ്രോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് MA ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫ്രം സാമുറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ്. സോ ഇതിനു മുന്നേ ഞാൻ സ്കൂൾ ടീച്ചറായിട്ടും ഗസ്റ്റ് ലെക്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. പക്ഷെ ഒരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് എന്തുകൊണ്ടാണ് ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്തുകൂടാ എന്നൊരു കാര്യം എന്നോട് ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇൻ്റർവെല്ലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് അവിടെ ഓൺലൈൻ ട്യൂട്ടറിംഗ് ഉണ്ട്, അതേപോലെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇൻ്റർവെൽ ടീമുമായിട്ട് അപ്രോച്ച് ചെയ്യുകയും പിന്നീട് കുറച്ച് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സ്പീക്ക് പ്രോയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ 1.5 വർഷത്തോളമായി ഞാൻ സ്പീക്ക് പ്രോയിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീക്ക് പ്രോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ സ്റ്റുഡൻസ് ആയിട്ട് വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ മുതൽ ചിലപ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ഒരു അഡൽട്ടിനെ വരെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയിലല്ല നമ്മളൊരു അഡൽട്ടിന് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഓക്കെ എന്താണ് അടുത്തത് ടീച്ചർ എടുക്കാൻ പോകുന്നത് എന്നൊരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരിക്കും. പക്ഷെ ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദേ ആർ ഗെയിനിങ് ഫ്രം ദ കോഴ്സ്, ആ ഒരു ഔട്ട്ലുക്കിലാണ് അവർ ഈ കോഴ്സിനെ സമീപിക്കാറുള്ളത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് 2 പേരിലും വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ ആസ് എ ട്യൂട്ടർ ഞാനും വളരെയധികം ഹാപ്പി ആവാറുണ്ട്. എനിക്ക് ഉണ്ടായൊരു മെമ്മറബിളായൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്കൊരു മുഹമ്മദ് ടേസി എന്ന് പറഞ്ഞ ചെറിയൊരു മോനുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം അവരുടെ പാരൻറ്റിൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ അവർ അതിന് മുന്നേ നാട്ടിലായിരുന്നു സ്കൂളിംഗ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ പിന്നീട് അവർ UAE ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവന് സ്കൂളിങ്ങിൽ അവിടെ നിന്ന് ഈ ഇംഗ്ലീഷ് മീഡിയം അവന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒറ്റൊരു കാര്യം അവരെ പാരൻ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അവന് ഞാൻ എങ്ങനെ ഗ്രാമറൊക്കെ പഠിപ്പിക്കും, അവൻ ഇരിക്കുമോ, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ കുറേ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കോഴ്സ് കഴിയുമ്പോഴേക്കും അവൻ ഭയങ്കര മിടുമിടുക്കനായി. ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് അവൻ ഗ്രാമറും കാര്യങ്ങളും വെച്ച് സെൻറ്റൻസസ് ഒക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഞാനും ഭയങ്കര പ്രൗഡായി, അവരുടെ പാരൻസും വളരെയധികം ഹാപ്പിയായി. 1.5 വർഷത്തോളമുള്ള എൻ്റെ സ്പീക്ക് പ്രോ ജേർണിയിൽ ഞാൻ എന്താണ് എൻ്റെ ഒരു പ്രൊഫഷണൽ മൈൽ സ്റ്റോൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു. അതേപോലെ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഏതൊരു സിറ്റുവേഷൻ വന്നാലും അല്ലെങ്കിൽ ഏതൊരു കുട്ടിയാണെങ്കിലും അഡൾട്ടാണെങ്കിലും അവരോട് സംസാരിക്കാനുള്ളൊരു ധൈര്യവും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആ ഒരു കോൺഫിഡൻസും എല്ലാം ഞാൻ ഗെയിൻ ചെയ്തത് ഈ 1.5 വർഷത്തോളമുള്ള എൻ്റെ ജേർണിയിലാണ്. ഇൻ്റർവെല്ലിലൂടെയുള്ള ജേർണിയിൽ എനിക്കൊരു പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ ഓരോ കുട്ടികളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ അവർ വരുന്ന പോലെയല്ല അവർ പോകുന്നത്. ചില സമയം നമുക്ക് തോന്നും ഈ കുട്ടികളെ ക്ലാസ് കഴിഞ്ഞ് പോകണ്ട, കാരണം നമുക്ക് ആ ക്ലാസ് കഴിഞ്ഞ് എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. അവരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും ഞാൻ വളരെയധികം ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ പാരൻസ് അപ്പം ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്തതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എൻ്റെ കുട്ടിക്ക് ഇത്ര നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പം എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഈ എല്ലാ ഫുൾഫിൽമെൻറ്റിനും പിന്നെ ഫിനാൻഷ്യൽ ഗ്രോത്തിന് എന്നെ സഹായിച്ചതും ഒക്കെ ഇൻ്റർവെല്ലിലൂടെയുള്ള ജേർണിയാണ്. അത്രയും എനിക്ക് അച്ചീവ്മെൻറ്റ് തന്ന ഇൻ്റർവെല്ലിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഫുൾഫിൽമെൻറ്റും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും ഫിനാൻഷ്യൽ ഗ്രോത്തും എല്ലാം തന്ന ഇൻ്റർവെല്ലിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഇൻ്റർവെൽ ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.